ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ ജനസേവനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് അതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മാതൃകാ പൊതുപ്രവർത്തകൻ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മികച്ച സംഘാടകനും വാഗ്മിയുമായ ഇരിഞ്ഞാലക്കുടക്കാരുടെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കാളിയാവുന്ന ശ്രീ തോമസ് ഉണ്ണിയാടൻ MLA, നടനും അതിലേറെ സഹൃദയനുമായ MLA ഇനിയുള്ള സുന്ദര ദിനങ്ങൾക്ക് ദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി സസ്നേഹം ക്ഷണിക്കുന്നു.
നീ വൈഡ് വെച്ചോടാ. വൈഡ് വെച്ചോടാ, വൈഡ് വെച്ചോ ദിനോ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും സ്നേഹസമ്പന്നരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സ്നേഹബഹുമാനമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാധ്യമപ്രവർത്തകരെ, സ്നേഹിതരെ, നമ്മുടെ മാള വിദ്യാഭ്യാസ ഉപജില്ലയുടെ യുവജനോത്സവം വളരെ ഭംഗിയായി നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചില അസൗകര്യങ്ങൾ നമുക്ക് ഈ ഉപജില്ലയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതറിയാം. ഇന്നലെയായിരുന്നു നമ്മുടെ ഈ യുവജനോത്സവം ഇവിടെ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആകസ്മികമായി ഉണ്ടായിട്ടുള്ള ഹർത്താലിനെ തുടർന്ന് നമുക്ക് ഉദ്ഘാടന ചടങ്ങുകളും അതുപോലെ തന്നെ മത്സരങ്ങളും ഒരു ദിവസം കൂടി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. പെട്ടെന്ന് ഇന്നലെ നടത്തേണ്ട ചടങ്ങുകളിലൊക്കെ തന്നെയും ഇന്നത്തേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെതായ അസൗകര്യം ഈ ചടങ്ങിൽ പുറമെ നിന്ന് പങ്കെടുക്കേണ്ട ആളുകൾക്കും അധ്യാപകർക്കും പരിപാടിയിൽ പങ്കെടുക്കേണ്ട കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അതൊക്കെ തന്നെ വളരെ സമർത്ഥമായി തരണം ചെയ്തുകൊണ്ടാണ് ഇന്നു മുതൽ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി മറ്റ് കലാമത്സരങ്ങളുമൊക്കെ ഇന്നും നാളെയും മറ്റന്നാളുമായി ക്രമീകരിച്ചത്. പാരിജാതം എന്ന സീരിയലിലൂടെ മലയാളിയുടെ മനസ്സിൽ അഭിനയ മികവിൻ്റെ പാരിജാതമിടർത്തിയ ശ്രീ അരുൺ ഘോഷ് ഏവർക്കും സുപരിചിതൻ. നടൻ മാത്രമല്ല, ഒരു നിർമ്മാതാവ് കൂടിയാണെന്ന് റോമൻസ് എന്ന സിനിമയിലൂടെ തെളിയിച്ച പ്രതിഭ. ഏഷ്യാനെറ്റിൻ്റെ 2011 ടെലിവിഷൻ അവാർഡ് ആ മികവിന് ലഭിക്കുകയുണ്ടായി. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് ഈ മഹത് വ്യക്തിയെ ലഭിച്ചത് നമ്മുടെ ഏവരുടെയും ഭാഗ്യം. ആദരവോടെ അദ്ദേഹത്തെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനത്തിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷ വേദിയിലിരിക്കുന്ന ബഹുമാന്യർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കലാമത്സരങ്ങളുടെ ഉദ്ഘാടകനാകുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്നതാണ്. ഒന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളൂ. ഈ കലാകാരന്മാരിൽ അല്ലെങ്കിൽ കലാകാരികളിൽ നിന്ന് നാളത്തെ ഒരു താരം ജനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കലോത്സവങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യും. നന്ദി, നമസ്കാരം. ഉത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത പ്രസിദ്ധനായ ശ്രീ ആന്റണി തേവലപ്പള്ളി, ചാലക്കുടി സ്വദേശി, തിരുവനന്തപുരം ഫൈൻ ആർട്സിൽ നിന്നും BFA ബിരുദം നേടി
22 വർഷമായി പരസ്യ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. സുന്ദരമായ ഈ ലോഗോ രൂപകൽപ്പന ചെയ്ത ശ്രീ ആന്റണി തേവലപ്പള്ളിക്ക് കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ വകയായി ഒരു ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഉപഹാരം സമർപ്പിക്കാൻ ശ്രീ തോമസ് ഉണ്ണിയാട് MLAയും ഉപഹാരം സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ അരുൺ ഘോഷിനെയും സ്വീകരിക്കാൻ ശ്രീ ആന്റണി തേവലപ്പള്ളിയെയും സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ MLA ശ്രീ തോമസ് ഉണ്ണിയാണ്ട് അവറുകൾ, കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത സീനിയർ ആർട്ടിസ്റ്റ് അരുൺ ഘോഷ് അവറുകൾ, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ അവറുകൾ, മറ്റു വേദിയിലെ വിശിഷ്ടാതിഥികളെ, സഹകരിക്കുന്ന അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ കലോത്സവങ്ങളുടെ ഒരു മാസങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. പ്രാദേശിക തലത്തിലൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തി ഇപ്പോഴത്തെ മാള ഉപജില്ലയുടെ കേരളോത്സവം നടക്കുകയാണ്. വിദ്യാലയം സംസ്കാരം, വിദ്യാഭ്യാസം എന്നത് സംസ്കാരമാണ്. സംസ്കാരമുള്ളിടത്താണ് ഇത്തരത്തിലുള്ള നല്ല ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളൊക്കെ നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ പ്രാർത്ഥന സൂചിപ്പിച്ച ഈശ്വരാനുഗ്രഹം ഇന്ന് അതിൻ്റെ നമുക്ക് കാണാൻ സാധിച്ചു. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നാവിൻ തുമ്പിൽ ഈശ്വര ചൈതന്യത്തിനെ പറ്റിയൊക്കെ പ്രാർത്ഥന ആലപിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞ ഈശ്വര ചിന്ത, ദൈവാനുഗ്രഹം ഇവിടെ നമുക്ക് നല്ല ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതിൻ്റെ ഒരു സത്യമാണ്. ഒരു പഠനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾ അനവധി ഉണ്ടായിരിക്കാം. എന്നാൽ കലാമത്സരങ്ങൾ, കലയൊക്കെ ദൈവസിദ്ധിയായി കിട്ടുന്ന ഒരു സിദ്ധിയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സിദ്ധിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സിദ്ധിയാണ് കലാകാരന്മാരാകുക. അതുപോലെ തന്നെ ഇന്ന് നല്ല ആദരക്ഷകളാവുക, അതൊക്കെ ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ അവരുടെ പ്രത്യേക കഴിവുള്ള ഒരു പ്രതീകമാണ്. ഇതിനിടയിൽ മാള ഉപജില്ലയുടെ കായികോത്സവം നടത്തിയത് നമ്മുടെ കാർമൽ കോളേജിലാണ്, ഗ്രൗണ്ടിലാണ്. നമുക്ക് ഒരു ഗ്രൗണ്ടില്ലാതെ പോയത് വളരെ പരിതാപകരമാണ്. കടം മേടിച്ചിട്ടാണ് മാള ബ്ലോക്ക് പഞ്ചായത്തും അതിനോടനുബന്ധിച്ച വിദ്യാലയങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്, പരിപാടികൾ നടത്തുന്നത്.